ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഗുരുവായൂർ അമ്പലനടയിൽ ഒരു വിവാഹം നടക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ദിവസവും വിവാഹങ്ങളുണ്ട്. പക്ഷേ ഈ വിവാഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വിവാഹത്തിന് ഒരുങ്ങി വന്ന വധുവിനെ കണ്ട് ചിലരെങ്കിലും നെറ്റിച്ചുളിച്ചു. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ സ്വർണ്ണാഭരണം ഒന്നും ഇടാതെ, ഒരു തരി സ്വർണം പോലും ഇടാതെ വിവാഹത്തിന് തയ്യാറാകുമോ? ചുരുക്കമായിരിക്കും. എന്നാൽ ആ ആഭരണം അണിയാത്തതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നറിഞ്ഞപ്പോൾ ആരാണ് ഈ പെൺകുട്ടി എന്ന അന്വേഷണമായി. ആ പെൺകുട്ടി സദാനന്ദൻ മാസ്റ്ററുടെ മകൾ ആയിരുന്നു. പൊന്നണിഞ്ഞില്ല. പ്രധാനമന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ചു. മോളുടെ വിവാഹം സമംഗളം ഗുരുവായൂർ നടയിൽ ഇന്നലെ നടന്നു. വിവാഹത്തിന് ശേഷം സദാനന്ദൻ മാസ്റ്റർ കുറിച്ച ഒരു കുറിപ്പാണ്. അദ്ദേഹം പറയുന്നു, ഒരുപാട് പേർ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഫോണിലൂടെയും മംഗളാശംസകൾ നേർന്നു. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. അഭിമാനത്തോടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, നാട് നേരിടുന്ന വലിയ വെല്ലുവിളി മറികടക്കാൻ 7 ഉപായങ്ങൾ ആരാധ്യനായ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതിലൊന്നാണ് വിവാഹം സ്വർണ്ണാഭരണങ്ങളില്ലാതെ നടത്തണം എന്നത്. ആദരപൂർവ്വം മോളത് സ്വീകരിച്ചു. ശ്രീകാന്ത് പ്രത്യേകം താല്പര്യമെടുത്തു. നമുക്ക് അങ്ങനെ മതി എന്ന് രണ്ടുപേരും തീരുമാനിച്ചു. കുടുംബാംഗങ്ങൾ പിന്തുണയേകി. ഫാൻസി ആഭരണങ്ങൾ മാത്രം അണിഞ്ഞ് അവൾ കതർ മണ്ഡപത്തിലെത്തി. മോദിജിയുടെ ഉപദേശം പൂർണ്ണമായും പാലിച്ചു. ഏറെ ചാരിതാർത്ഥ്യം. ആരെങ്കിലും ഒരാളെങ്കിലും എന്നാൽ ഞാനും അങ്ങനെ എന്ന് തീരുമാനിച്ചാൽ കൃതാർത്ഥനായി. ശ്രീ സദാനന്ദൻ മാസ്റ്റർ. ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറിപ്പ്. ഇതെല്ലാ അച്ഛന്മാർക്കും ഒപ്പം വിവാഹിതരാകാൻ പോകുന്ന മക്കൾക്കുമൊക്കെയുള്ള ഒരു കുറിപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കേട്ടു എന്നതിനേക്കാൾ ഉപരി രാജ്യത്തിനു വേണ്ടി എല്ലാവരും ചെയ്യുന്ന ഒരു സേവനമെന്നോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെന്നോ ഒക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും അതിന് ഒരു മാതൃക ആയിരിക്കുകയാണ് സദാനന്ദൻ മാസ്റ്റർ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.